Hello guys, welcome back to my YouTube channel Josh Talk. So today നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ പടം എന്നൊക്കെ ആൾക്കാർ വിശേഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പടത്തിന്റെ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊഡക്ഷനിലെ ലൈക്ക എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ലൈക്ക എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി കൂടി ഉണ്ടായിരുന്നു. പക്ഷേ എമ്പുരാന്റെ സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എമ്പുരാൻ എന്ന് പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലൈക്കയ്ക്ക് കാര്യം മനസ്സിലായി ഈ പടം എന്ന് പറയുന്നത് വലിയ രീതിയിൽ പരാജയപ്പെടാൻ പോകുന്ന ഒരു പടമാണ് എന്ന് ലൈക്ക് മനസ്സിലാക്കുകയാണ്. ലൈക്ക് മനസ്സിലാക്കിയതിനു ശേഷം ലൈക്ക ഈ പടത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 15 അവർ പുറത്തുവിടുകയാണ്. അതായത് റിലീസിന് ഏകദേശം 10-12 ദിവസത്തിന് മുമ്പേ ലൈക്കയ്ക്ക് കാര്യം മനസ്സിലായി, ദിസ് ഫിലിം ഈസ് ഗോയിങ് ടു ബി എ ബിഗ് ഫെയിലിയർ എന്നുള്ള കാര്യം ലൈക്കയ്ക്ക് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ലൈക്ക ഈ പടത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ ഈ പടം 27 റിലീസ് ചെയ്യുമെന്ന് കഴിഞ്ഞ 2-3 മാസമായിട്ട് വാചകം അടിച്ചുകൊണ്ട് നടന്നവരൊക്കെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാം? പ്രൊഡ്യൂസർ ഇല്ലാത്ത ഒരവസ്ഥ. അപ്പോഴാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂട്ടീനെ മോഹൻലാലും പൃഥ്വിരാജും കൂടെ വിളിക്കുകയാണ്. മമ്മൂട്ടി സാർ, ഇനി മമ്മൂട്ടി സാറ് മാത്രമാണ് ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ളത് എന്ന് പറഞ്ഞ് മമ്മൂട്ടി സാറിന് മുൻപിൽ കൈകൂപ്പി വണങ്ങുന്ന മോഹൻലാലും പൃഥ്വിരാജും അടങ്ങുന്ന ആശീർവാദിന്റെ ബാക്കി മുഴുവൻ ആൾക്കാരും. ഇനിയിപ്പോ മമ്മൂട്ടി സാറ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പടത്തെ 27 ഞങ്ങൾ ഇത്രയും വലിയ തള്ളിക്കൊണ്ടുവന്ന് വാചകം അടിച്ചിട്ട് ഞങ്ങൾക്ക് റിലീസ് നടക്കണമെങ്കിൽ മമ്മൂട്ടി സാറ് കനിയണമെന്ന് പറഞ്ഞു. മമ്മൂട്ടി പറഞ്ഞു, ഞാൻ നോക്കാം, ഞാൻ ശ്രമിക്കാം എന്ന് മമ്മൂട്ടി പറഞ്ഞു. അങ്ങനെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കാണുന്നത് പോലെ, എമ്പുരാന്റെ റിലീസ് ഉറപ്പിക്കാൻ വേണ്ടി ഗോപാലേട്ടനോട് സംസാരിച്ചത് മമ്മൂട്ടിയാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ന്യൂസ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. എന്തിന്? നമ്മുടെ ലാലക്കയെ അല്ലെങ്കിൽ ലാലേട്ടനെ സംരക്ഷിക്കാൻ വേണ്ടി, ലാലേട്ടന് കൊടുത്ത വാക്ക് പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂട്ടി ഇടപെടുന്ന ഒരു കാഴ്ച. ഓ മൈ ഗാഡ്, എന്താണ് മമ്മൂട്ടിയുടെയൊക്കെ സ്നേഹമെന്ന് മോഹൻലാലിന്റെ ഫാൻസ് ഒക്കെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളിപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ദിവസം കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഇച്ചാക്കിയോട്. ഇന്ന് മലയാളികൾ നന്ദി പറയാൻ വേണ്ടി മറന്നു പോകുന്നു നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി സാറിനോട്. മമ്മൂട്ടി സാറില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 27 എന്നല്ല, ഒരു കാലത്തും ഈ പടം ഇറങ്ങാതെ അതങ്ങനെ പെട്ടിക്കുള്ളിലിരിക്കുന്ന ഒരു പടമായി മാറിയേനെ. അതിനെ അങ്ങനെ പെട്ടിക്കുള്ളിൽ ഒതുങ്ങിയിരിക്കാതെ, മോഹൻലാലിന്റെ ഒരു ആഗ്രഹമല്ലേ, കുറെ വന്ന് കാല് പിടിച്ചല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് മമ്മൂട്ടി ഇടപെടുന്നു. പിന്നെ മമ്മൂട്ടിയോട് ആദ്യം ഇവർ പറഞ്ഞു മമ്മൂട്ടി കമ്പനി തന്നെ ഇതൊന്ന് പ്രൊഡ്യൂസ് ചെയ്ത് തരണം സാർ എന്നാണ് പറഞ്ഞത്. അപ്പം മമ്മൂട്ടി പറഞ്ഞു, ഏതായാലും ഞാൻ ഈ തല്ലിപ്പൊളി പടം എടുക്കാനില്ല, ഞാൻ തൽക്കാലം നമ്മുടെ ഗോപാലേട്ടന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആ ഗോപാലേട്ടൻ ഈ പടം ഏറ്റെടുത്തിരിക്കുന്നത്. സോ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ ലൂസിഫർ എന്ന് പറയുന്ന ഒരു പടത്തിന്റെ സെക്കൻഡ് ഹാഫ് ആണ് എമ്പുരാൻ. ആക്ച്വലി എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഹാഫ് ലൂസിഫർ പോലെ ഒരു പടത്തിന് ആവശ്യമായിരുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ലൂസിഫർ എന്ന് പറയുന്ന ഒരു പടം തന്നെ ഏറ്റവും വലിയൊരു പരാജയപ്പെട്ട ഒരു പടമായിരുന്നു മോഹൻലാലിൻ്റെത്. ചുമ്മാ കുറെ ഫാൻസ് കയറി തള്ളി ഉണ്ടാക്കി എന്നത് ഒഴിച്ചു നിർത്തിയാൽ അതിന് കൃത്യമായ ഒരു കഥയില്ല. മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിന്റെ കഴിവുകൾ പ്രകടമാക്കുന്ന ഒരു പടമല്ല ലൂസിഫർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇതിനകത്ത് ലൂസിഫറിനകത്ത് മോഹൻലാല് വലിയൊരു പൊളിറ്റീഷ്യൻ ആയിട്ടാണ് അതിന്റെ സ്റ്റോറി തുടങ്ങുന്നതെന്ന് പറയുന്നത്. വളരെ ബേസ്ലെസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അത് തുടങ്ങുന്നത് തന്നെ വലിയൊരു കേരള രാഷ്ട്രീയത്തെ മുഴുവനോടെ അട്ടിമറിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളായിട്ടാണ് കഥ ലൂസിഫറിന് തുടങ്ങുന്നത്. എന്നിട്ട് അവസാനം ക്ലൈമാക്സിൽ എന്താണ് സംഭവിച്ചത്? പുള്ളി ജയിലിൽ കിടന്ന് പുള്ളിക്ക് കുറെ കേസും വെക്കാറും എല്ലാം ആയിട്ട് പുള്ളി ജയിലിൽ തന്നെയായി അവസാനം പുള്ളിയുടെ ജീവിതം. അവസാനം പുള്ളി ജയിലിൽ നിന്ന് തോറ്റ് പരാജയപ്പെട്ട് എഴുതുകയാണ്, ഇനി കേരള രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ല. കേരള രാഷ്ട്രീയം നിർത്തുകയാണ്. ആര്? നിങ്ങളും വേറെ കുറെ ആൾക്കാരും ഒക്കെ കൊട്ടിയാഘോഷിക്കപ്പെടുന്ന ലൂസിഫർ എന്ന് വിളിക്കുന്ന ഈ മോഹൻലാൽ തന്റെ രാഷ്ട്രീയം തന്നെ നിർത്തുകയാണ്. അങ്ങനെ ആ പടം അവിടെ കൊണ്ട് തന്നെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു പടത്തിനാണ് സെക്കൻഡ് ഹാഫ് ഉണ്ടാക്കുന്നത്. ഒന്നാമതും
മോഹൻലാൽ രാഷ്ട്രീയം, പൊളിറ്റിക്സ് തന്നെ, കേരള രാഷ്ട്രീയം തന്നെ നിർത്തി പുള്ളി. പിന്നെ ഇനി പുള്ളി പുറകിൽ നിന്ന് വലിച്ചോളാം, ഞങ്ങൾ ഇനി തെരഞ്ഞെടുപ്പ് നിന്ന് ഞാൻ പൊട്ടും, കാരണം വേണ്ടാത്ത കുറെ പീഡന കേസ് എല്ലാം എൻ്റെ തലയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി പരിപാടി നിർത്തി. അതുപോലെ തന്നെ പുള്ളീനെ ആ സിനിമയിൽ മൊത്തത്തിൽ കിടന്ന് ഊക്കുകയല്ലേ ചെയ്യുന്നത്. പുള്ളി യുടെ ഒരു വലിയൊരു ഡയലോഗായിട്ട് ഇന്നത്തെ ഫാൻസ് കൊട്ടിഘോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ തന്തയല്ല നിന്റെ തന്ത എന്ന് പറയുന്ന ഒരു ഡയലോഗ്. പക്ഷെ ആ ഡയലോഗിനെ മാത്രം നിങ്ങൾ കൊട്ടി ആഘോഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സായികുമാർ കൊടുക്കുന്ന റിപ്ലൈ നിങ്ങൾ കേൾക്കുന്നില്ല. എന്താണ് സായികുമാർ കൊടുക്കുന്ന റിപ്ലൈ? റിപ്ലൈ എന്ന് പറഞ്ഞ മറുപടി എന്താണ് സായികുമാർ കൊടുക്കുന്നത്? അതിന് സ്റ്റീഫന്റെ തന്ത ആരാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിന്റെ തന്തയല്ല അതെന്റെ തന്ത എന്ന് മോഹൻലാൽ മാസ്മരികമായിട്ട് സംസാരിക്കുമ്പോൾ സായികുമാർ വളരെ സൈലന്റ് ആയിട്ട് ചോദിക്കുന്നു, അതിന് സ്റ്റീഫന്റെ തന്ത ആരാണ് എന്നുള്ളത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്റ്റീഫൻ അവിടെ വിറങ്ങലടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് സ്റ്റീഫൻ ചുമ്മാ മാസിൽ പറയുന്നു, പോ ഓ, വിരലുകളൊക്കെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടാണ് സ്റ്റീഫൻ പറയുന്നത്. കാരണം പൃഥ്വിരാജിനോട് സ്റ്റീഫൻ അത് കഴിഞ്ഞിട്ട് പോയിട്ട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്, എനിക്ക് തന്നെ നാണക്കേടാകുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞതായിട്ട് അവിടുത്തെ വർക്ക് ചെയ്ത ചില വെള്ളം കൊടുക്കാൻ വന്ന ബോയ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് മലപ്പുറത്ത് നിന്ന്, പൊന്നാനിയിൽ നിന്നുള്ള ഒരു അബ്ദുൽ ഖാദറാണ് ഇതെന്നെ വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഭവം ആ ഷൂട്ടിങ്ങിനിടയിൽ നടന്നിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ മോഹൻലാൽ പരസ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. മോഹൻലാലിനെ പരസ്യമായിട്ട് കുറേ ആൾക്കാർ മുഴുവൻ, അവരുടെ സപ്പോർട്ടേഴ്സ് മുഴുവൻ നോക്കി നിൽക്കുമ്പം, നീ അത് പെരിയ എംജിആറാ, നടികറാ എന്നൊക്കെ പറഞ്ഞിട്ട് ചപ്പക്കുറ്റി നോക്കിയിട്ട് പോലീസുകാരൻ ഒറ്റ പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തില് പടം മോഹൻലാലിനെ ഇങ്ങനെ എന്താ പറയേണ്ടത്, ഇടിച്ച് മുടിഞ്ഞ്, പിന്നെ മോഹൻലാലിന്റെ കയ്യിലുള്ള കാശും കുറെ പോയി. യു ഹാവ് എ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് മോഹൻലാല് ഉള്ള കാശ് മുഴുവൻ അയച്ചു കൊടുത്ത്, അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ഈ ലൂസിഫർ എന്ന പടം തന്നെ അവസാനിക്കുന്നത്. ആ പടത്തിനാണ് ഇനി ഒരു സെക്കൻഡ് ഹാഫ് ഇറക്കാൻ ഇവര് പ്ലാൻ ഇടുന്നത്. എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ചു. പിന്നെ ലൂസിഫറിന്റെ അവസാനം ആകുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത്? ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ ഇനിയിപ്പോൾ പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. ഇത്രയും ഞാൻ വലിയ അന്താരാഷ്ട്ര കൊള്ളക്കാരനും ഗുണ്ടക്കാരനും ഒക്കെ ആയതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലൊന്നും എനിക്ക് ഇനി പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി കേരള രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ട് വേറെ വലിയ ഏതോ ഒരു ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞിട്ട് ഇറങ്ങുന്നിടത്താണ് ഈ പടം അവസാനിക്കുന്നത്. കാരണം എന്താ, ഇനിയിപ്പോ ഇവിടത്തെ വെടി തീർന്നു. കേരളത്തിൽ ഇനിയിപ്പം പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇനി അവിടുത്തെ തീർന്നുകൊണ്ട് ഇനിയിപ്പോൾ വേൾഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയേക്കുവാണ്. ആ ഒരു ഇറക്കമാണ്. ഇങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇവിടുന്ന് ഓടിപ്പോയിട്ട് ഇറങ്ങിയേക്കുന്നതിന്റെ ബാക്കി സ്റ്റോറിയാണ് ഇനി ഇപ്പം നമ്മൾ ഈ എമ്പുരാനിൽ കാണാൻ പോകുന്നത്. ഇനി L2 ലാലേട്ടൻ 2 എമ്പുരാനെ കുറിച്ച് സംസാരിക്കും. എമ്പുരാന്റെ ഡയറക്ടർ ആരാ? ഈ ലൂസിഫറിന്റെ ഡയറക്ടർ ആയിട്ടുള്ള പൃഥ്വിരാജ് തന്നെ. പൃഥ്വിരാജ് എന്ന് പറയുന്ന ആരാണ്? വെറും തുടക്കക്കാരനായിട്ടുള്ള ഒരു ഡയറക്ടർ മാത്രമാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നാലാമത്തെ എങ്ങാണ്ട് സിനിമയാണ്. അതുകൊണ്ട് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നടന്റെ പടത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇത്രയും നാൾ കാത്തിരിക്കുക എന്ന് പറയുന്നത് തന്നെ മലയാളികളുടെ സിനിമാ ദാരിദ്ര്യത്തെയാണ് ഇതിനകത്തൂടെ വിളിച്ച് പറയാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ സുരാജ് ആ സിനിമയിൽ എമ്പുരാൻ 2 അഭിനയിച്ച, അല്ലെങ്കിൽ എമ്പുരാനിൽ അഭിനയിച്ച സുരാജ് പൃഥ്വിരാജിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ് വളരെ വൈറലായിരുന്നു. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു റോബോട്ടിനെ പോലെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഒരു റോബോട്ടിനെ പോലെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പൃഥ്വിരാജിനെ കുറിച്ച്, ഡയറക്ടർ എന്ന നിലയ്ക്ക് പൃഥ്വിരാജിനെ കുറിച്ച് സുരാജ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? മാനുഷിക മൂല്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു ഡയറക്ടർ. അതിൽ കൂടുതലൊന്നും അതിനെ നമുക്ക് മനസ്സിലാക്കാനില്ല. സുരാജ് അതായതുകൊണ്ട് അത് തുറന്നു പറഞ്ഞു. വെറും ഒരു എന്താ പറയേണ്ടത്, മനുഷ്യനായിട്ട് ചിന്തിക്കാതെ റോബോട്ടുകളെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ഡയറക്ടറായിട്ട്. ഇനി ഇതിലും പൃഥ്വിരാജിന്റെ പടത്തിനൊന്നും ഇനി പൃഥ്വിരാജ് പടം എടുക്കുമെന്ന് അറിയത്തില്ല. എടുത്താൽ തന്നെ അതിനകത്ത് സുരാജിന് ചാൻസ് കിട്ടാൻ സാധ്യതയില്ല. ബിക്കോസ് ഇതുപോലുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതേതായാലും നല്ലതാണ്. മാനുഷിക പരിഗണന കൊടുക്കാതെ ആ ജനങ്ങളെ, അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിക്കുന്നവരെ പണിയെടുപ്പിച്ച് ഉം, അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലുള്ളവരെയാണ് ഈ റോബോട്ടുകൾ. അതുപോലെ തന്നെ ഈ എമ്പുരാനെ പറ്റി പറയുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് വേൾഡ് വൈഡ് റിലീസ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ വേൾഡ് വൈഡ് റിലീസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എമ്പുരാനിൽ എന്ത് കോപ്പാണുള്ളത്? അതിനകത്ത് ആകെ മലയാളികൾക്ക് ലാലേട്ടൻ ഉള്ളത് കൊണ്ട് കുറച്ച് തോളൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് വന്ന് ഇങ്ങനെ വിരലുകളൊക്കെ ഇങ്ങനെ അഭിനയിച്ച് പോകുന്നത് കാണാനെന്നല്ലാതെ, അതിനകത്ത് ഈ ഓൾ കേരള അല്ല, ഓൾ വേൾഡോ, പാൻ ഇന്ത്യ ലെവലിലേക്ക് എന്ത് കോപ്പാണ് ആ പടത്തിനകത്തുള്ളത്? ആകെ ഒരു മോഹൻലാൽ ഉള്ളതെന്ന് വിചാരിച്ചുകൊണ്ട് മലയാളികൾക്ക് കാണുമ്പോൾ ചിലർക്കൊക്കെ രോമാഞ്ചം വരുമെന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, ആ പടത്തിലും ആ ഒരു പ്ലോട്ടിനും ഒരു ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഒരു ഓൾ വേൾഡ് പ്രസക്തി എന്താണുള്ളതെന്ന് നിങ്ങൾ ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. മോഹൻലാലിനെ കാണുമ്പോൾ മലയാളികൾക്ക് ചിലപ്പം ഒന്ന് രോമാഞ്ചം വന്നെന്ന് വരും, കുറച്ചു പേർക്കൊക്കെ. അല്ലാതെ ഓൾ ഇന്ത്യ ലെവലില് ഒരു പാൻ ഇന്ത്യ പടത്തിനുള്ള എന്ത് ആണ് ആ പടത്തിലുള്ളത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രിയപ്പെട്ട മലയാളി. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, മമ്മൂട്ടിയുടെ ദാക്ഷിണ്യത്തിൽ വരുന്ന ആ പടം
5 മണിക്കും 6 മണിക്കോ 7 മണിക്കോ ഫാൻ ഷോ വെച്ചാലും ഒന്നാമത്തെ ദിവസത്തെ കളക്ഷൻ ലിയോയുടെ ഫസ്റ്റ് ഡേ കളക്ഷനെ പോലും പൊട്ടിക്കാൻ വേണ്ടി പോകുന്നില്ല. ചുമ്മാ ഒരു ഓവർ ഹൈപ്പ്, എ ബബിൾ ഈസ് ക്രിയേറ്റഡ് ബൈ ദിസ് ലൂസിഫർ ആൻഡ് എമ്പുരാൻ ടീം, ആൻഡ് ദാറ്റ് ബിഗ് ബബിൾ വിൽ ബി വാട്ട് കൻ ഐ സേ, ഇങ്ങനെ പൊട്ടിപ്പോകുന്നത് നമുക്ക് 27-ാം തീയതി കാണാം. ഏതായാലും വെയിറ്റ് ചെയ്യുക. എമ്പുരാനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. സോ തെരഞ്ഞെടുക്കപ്പെടുന്ന കമന്റിൽ നിന്ന് 5 പേർക്ക് ക്യാഷ് അവാർഡുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഗുഡ് ബൈ.